ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു പപ്പായ അച്ചാർ ചെയ്താലോ. പച്ച പപ്പായാണേ. തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കുക. നമ്മുടെ കടുമാങ്ങ കറി ഇതല്ലേ, മാങ്ങ അച്ചാറിൻ്റെ കറി എന്നുള്ള തന്നെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്കിത് എണ്ണയിൽ വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കിയിട്ട് നല്ലെണ്ണയിലേക്ക് മുഴുവൻ വാരിയിട്ട് ഒരുമിച്ചിട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. വേവേണ്ട ആവശ്യമില്ല, പകുതി വേവും മതി. ഫുള്ളായിട്ട് വേവേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ആ പപ്പായയിലെ ജലാംശം ഒന്ന് മാറുക, അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ ജലാംശം മാറി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കത് കോരി മാറ്റാം. ഇപ്പോൾ ഏകദേശം വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് തന്നെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം ആ ചട്ടിയിൽ നിന്ന് കോരി മാറ്റുക. അപ്പോൾ പപ്പായക്കകത്ത് നിന്ന് ഇറങ്ങിയ വെള്ളം ചിലപ്പോൾ എണ്ണയ്ക്കകത്തുണ്ടാകും. അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് പുതിയ എണ്ണ ഒഴിക്കുക. ഞാൻ വീണ്ടും എണ്ണ ഒഴിക്കുവാണ്. നല്ല എണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടാൻ അനുവദിക്കുക. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റുക. അതിൽ വെള്ളമയം വറ്റുന്നത് വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം നമുക്കതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്തു. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉലുവ വറുത്ത് പൊടിച്ചാണ്. ഉലുവാപ്പൊടി ലേശം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പപ്പായ കഷ്ണങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ട് ഗ്രേവി നന്നായിട്ട് വേണം. ഗ്രേവി നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും നന്നായിട്ട് വേണം. അപ്പോൾ ആവശ്യം മുളക് പൊടി എടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് പൊടികളൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. മുളക് പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് വിനാഗിരി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. പപ്പായയ്ക്ക് പുളിപ്പില്ലാത്തതുകൊണ്ട് വിനാഗിരി കുറച്ചുകൂടി കൂടുതൽ വേണ്ടി വരും. മാങ്ങ അച്ചാറിനേക്കാളും നാരങ്ങ അച്ചാറിനേക്കാളും ഒക്കെ കുറച്ചും കൂടി വിനാഗിരി വേണ്ടി വരും പപ്പായ അച്ചാറിന്. കാര്യം പപ്പായ ആ പുളിയൊക്കെ കുടിച്ച് ഉയർത്ത് വരുമ്പോഴേക്കും അത് ടേസ്റ്റ് ആവാൻ വേണ്ടി കുറച്ചുകൂടി പുളിപ്പ് വേണം. അത് വിനാഗിരിയുടെ ആവശ്യമുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറുകി എണ്ണ തെളിയുമ്പോഴേക്കും നമുക്ക് വഴറ്റി കോരിയ പപ്പായങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി എണ്ണ തെളിയുമ്പോഴേക്കും നമ്മുടെ അച്ചാർ റെഡി. പപ്പായ അച്ചാർ ഈസിയാണ്, എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അച്ചാർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള എൻ്റെ ഒരിത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. എല്ലാ വീഡിയോകളും ഒന്ന് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു.